സാർ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ആ അപ്പോൾ എല്ലാ ഇനങ്ങൾക്കും വേണമെന്ന് തോന്നുന്നില്ല. ലീഡോ ഫോന്തോങ്. അതെ, ഇപ്പൊ നമ്മളിവിടെ ഈഡോയും ഫോങ്തോങ് വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഈഡോയ്ക്ക് വേണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ ഇൻഡ്യൂസ് ചെയ്യുന്നത് ആ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉപയോഗിച്ചാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ 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 ആ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. ഫ്ലവർ ചെയ്യാന്നുള്ളൂ. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നാച്ചുറലി അത് ഫ്രൂട്ട് സെറ്റ് ആവും. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ, പക്ഷെ ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമേ ലോങ് ആൻഡ് ആ, അത് ഫ്ലവർ ചെയ്യും. 2020 തോന്നുന്നു ഞാൻ ആദ്യമേ ഇത് പ്ലാന്റ് ചെയ്തത്. ഓക്കെ. ഇപ്പം നമുക്ക് 5 വർഷം ആകുന്നേ ഉള്ളൂ. ഉം. 4.5 വർഷമായെന്ന് വേണേൽ പറയാം. ഒരു ഓക്കെ, ഓക്കെ. 3.5 വർഷമായപ്പോഴത്തേക്കും നമ്മൾ ഇൻഡ്യൂസ് ചെയ്തു. ആദ്യത്തെ ഇൻഡ്യൂസിങ് ആ, അന്ന് തന്നെ നമുക്ക് നല്ല വലിയ തരക്കേടില്ലാത്ത ഒരു ക്രോപ്പ് കിട്ടി. ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ ഹാർവെസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ രണ്ടാമത്തെ ഹാർവെസ്റ്റ് ഓക്കെ അതെ ഓക്കെ. ഈ സമയത്ത്. നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് ഇത് ഫ്ലവർ ചെയ്യുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാസം അല്ലെ 1.5 മാസം കൊണ്ട് ഫ്ലവർ ചെയ്യും. ഉം. ആ സമയത്ത് റെയിൻ ഇവന്റ്സ് ഒന്നും പാടില്ല. എനിക്കത് കേരളത്തിൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില അതെ അതെ അതെ, പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ആ നമുക്ക് ആ മഴ ഇല്ലാത്ത സമയത്ത് മാത്രം ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഓക്കെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡ്യൂസ് ചെയ്തതിന്റെ ആ ഒരു ഗുണമെല്ലാം കൂടെ പോകും. ഓക്കെ പിന്നെ ഒരു ഇച്ചിരി സ്ട്രെസ് കൊടുക്കുന്നത് നല്ലതാണ്. ഇറിഗേഷൻ സ്ട്രെസ് അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ. ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനായിട്ട്. ഓക്കെ 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 രണ്ടും ഉണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിലേക്കാളും കൂടുതൽ ഈ ഇഡോ അല്ലെങ്കിൽ ഫോന്തോങ് ലോങ്ങൻ വെറൈറ്റികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ജനറലി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ചോട്ടി നല്ല വെള്ളവും ആ. മുകളിൽ നല്ല Sunlight. സൺഷൈനും ആണ് ഏറ്റവും ബെസ്റ്റ്. അതെ അതെ അതെ. തമിഴ്നാട്ടിൽ അതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഉണ്ട്. ഇവിടെ ഈ ഹ്യൂമിഡിറ്റി ലെവല് നമ്മുടെ അവിടുത്തെക്കാളും കുറവായിരിക്കും. കുറവാണ്. ഇപ്പൊ ഈ സമയത്ത് ഇതൊരു ജനുവരി പകുതി, ജനുവരി എൻഡായി. ഉം. ഒരു ജനുവരി പകുതി ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു 50% 60% ഞങ്ങൾ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ആ. ഒരു 50% 60% അളവില് ഹ്യൂമിഡിറ്റി വരും. ഉം, ഉം. ആ ഡ്രൈനെസ് നല്ലതാണ്. ഉം. ഒന്ന് പ്ലാന്റിന് നാച്ചുറൽ സ്ട്രെസ് കിട്ടും. പിന്നെ ഇച്ചിരി കൂടെ തണുപ്പുണ്ട് നാട്ടിലേക്കാളും. ഉം, ഈ ഡിസംബർ ഉം, സമയമാകുമ്പോഴത്തേക്കും ഉം, ഉം. നാട്ടിലൊരു 23 വരുമ്പോൾ ഇവിടെ ഒരു 19 18 ഓ, ആ ഓക്കെ. റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. അതും ഓക്കെ നല്ലതാണ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഫ്ലവർ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. Homegrown biotech, exotic fruits, exciting future.